ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 650 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നല്ല എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ മതിയാവും. കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. കൂടെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ നിറയെ തന്നെ ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതായത് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു മസാല കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. കൂടെ അതേ അളവിൽ തന്നെ കുരുമുളകും കൂടി. ഇനി വേണ്ടത് പെരിഞ്ജീരകമാണ്. 2 ടീസ്പൂൺ അളവിലാണ് പെരിഞ്ജീരകം എടുത്തിട്ടുള്ളത്. കൂടെ ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും 2 ഏലക്കയും എടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് ഇത്രയും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഈ മസാലക്കൂട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാവും, കൂടുതൽ ആവശ്യമായിട്ടില്ല. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. 1 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാവുന്നതാണ്. സവാള നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ആദ്യം ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്ക് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഫ്ലെയിം ഞാനിപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ ചിക്കൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ റോസ്റ്റാണ് കേട്ടോ ഇത്. നന്നായിട്ട് തന്നെ ചിക്കൻ ചൂടായി കിട്ടണം. ഞാനിപ്പോൾ നമ്മുടെ ഈ ചിക്കൻ എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കാവുന്നതാണ്. ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ ധാരാളം മതിയാവും. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമായിട്ടില്ല. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിനും ലോക്കും ഇടയിലാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരല്പം പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ നിന്നും. ഇടയ്ക്ക് 1-2 തവണ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലൈറ്റായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു മസാല കൂട്ടാണ്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇനി നമുക്ക് ഒന്ന് വരട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ നല്ല രീതിക്ക് തന്നെ വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ ചിക്കനിലുള്ള വെള്ളം എല്ലാം വറ്റി നല്ല രീതിക്ക് ഡ്രൈ ആയി കിട്ടണം. അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഗ്രേവി എല്ലാം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു റോസ്റ്റ് പോലെയാണ് ഇത് എടുക്കേണ്ടതെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അതല്ല നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിലാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ പേരിൽ ഇത് അടുക്കി പിടിക്കാതെ വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതല്ല ഇപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ കടായിയോ സ്റ്റീലിൻ്റെ കടായൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്കിതിൽ കിട്ടുന്നത്. ചിക്കനൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ലാസ്റ്റിൽ ചേർക്കേണ്ടത് ഒരല്പം കറിവേപ്പില, കൂടെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും, ഇനി ഒരു പിഞ്ചളവിൽ മാത്രം ഗരം മസാല പൊടിച്ചതും കൂടി. ഗരം മസാലയുടെ അളവ് ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല. കൂടെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടിയാണ്. 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ ചെറിയൊരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സൂപ്പറായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ എത്രത്തോളം ടേസ്റ്റി ആയിട്ട് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു ചിക്കൻ ഫ്രൈ റോസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.